പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഒന്നുകൂടി ശബരിമലയിലേക്ക് പോകണം. അവിടെ പോലീസിനെതിരെ വൻ ഭക്തജന രോക്ഷമാണ്. 18-ാം പടി കയറ്റിവിടുന്നതിനിടെ പോലീസുകാർ തീർത്ഥാടകരെ തള്ളുന്നതായും ദേഹ ഉപദ്രവം ഏൽപ്പിക്കുന്നതായും ഭക്തരുടെ പരാതി. ജനം ടിവിയാണ് ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത്. സന്നിധാനത്തെ ഇപ്പോൾ ഡ്യൂട്ടിയിലുള്ള 4ാമത്തെ ബാച്ച് പോലീസിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. മാളികപ്പുറങ്ങളെ 18-ാം പടി കയറ്റിവിടുന്നത് ശരിയായ വിധമല്ല എന്നും ആരോപണം. 4ാമത്തെ ബാച്ചിനെതിരെ ഇതിനു മുൻപും ഡിസംബർ 17 മുതൽ പരാതി ഉയരുകയാണ്. എന്നാലും ഇതുവരെയും ഒരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല. അതേസമയം പോലീസ് കാടത്തത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബുവും രംഗത്തെത്തി. ആദ്യം ആ വാക്കുകൾ കേൾക്കാം. The way the cops, some of the cops, they are taking literally, they are pushing the ladies. You know, the way they are pushing, it's very bad. Okay, we are in the same holy place, and they need to respect the first ladies, right? Because gents, it's okay if you are touching someone, but you know the way you are touching the ladies, it's not good. You are literally taking a blouse on up to pushing up on that 18 step. The guys who are coming, the 41 days fasting, we are coming, and then we are coming over here, right? To why we are coming? To take the Ayyappa blessings. But the way we are treated here, it is like not we are human, we are like animals. നമ്മൾ വരുന്നത് അവിടെ തൊട്ട് തൊടാനാണ്. ശരി, ഓക്കെ, ഇത്ര ക്രൗഡാണ്, നമുക്ക് തൊട്ട് തൊടാനുള്ളൊരു ആ ടൈമിങ് നമുക്ക് കിട്ടില്ല. പക്ഷെ അവരെ ഫിസിക്കലായിട്ട് ഇങ്ങനെ പുള്ള് ചെയ്ത് വലിച്ച് അങ്ങോട്ട് കയറ്റാൻ, ഏതായത് നമ്മൾ എന്താ പറയുക, ആടിനെയും ഇതിനൊക്കെ പിടിച്ച് വലിച്ച് കയറ്റൂലേ, അതേപോലെ അങ്ങോട്ട് വലിച്ച് പുള്ള് ചെയ്താണ്ട് കയറ്റണേ, അത് ശരിയല്ലല്ലോ. അത് അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. അങ്ങനെയുള്ളവർ അവരെ മാറ്റി നിർത്തുക, അതാണ് അത് നോക്കേണ്ട ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ ചെയ്യേണ്ടത്. അതല്ല അവർ ആ റഷിനെ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ബേസിൽ പറഞ്ഞ് എല്ലാവരും വലിച്ച് അങ്ങോട്ട് കയറ്റുക. അവർക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഇവർ സമാധാനം പറയൂ. വളരെ മോശമായിട്ട് മാളികപ്പുറത്തും കുഞ്ഞുങ്ങളോടും അടക്കം വലിയ രീതിയിൽ എന്താ പറയുക, റൂഡായിട്ട് മര്യാദഘട്ട രീതിയിൽ വളരെ റഫായിട്ടുള്ള പെരുമാറ്റം അവിടെ നിൽക്കുന്ന പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അയ്യപ്പന്മാർ 18-ാം പടി കയറുമ്പോൾ അവരെ പുറകിൽ നിന്ന് തള്ളുന്നു. വലിയ തോതിൽ അവർ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മൃഗങ്ങളോട് പെരുമാറുന്ന രീതിയിൽ പലപ്പോഴും പല ഉദ്യോഗസ്ഥന്മാരും പെരുമാറുന്നുള്ള പരാതി ഇന്നലെ ഞാൻ വന്ന സമയത്ത് കിട്ടുകയുണ്ടായി. മൃഗങ്ങളോടെന്നുള്ള പോലെ പെരുമാറുന്നു, വളരെ റൂഡായിട്ട് പെരുമാറുന്നു, മര്യാദഘട്ട അല്ലെങ്കിൽ വളരെ അസഭ്യം ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അയ്യപ്പന്മാരെ ശരീരത്തിൽ പിടിച്ച് തള്ളുന്ന സാഹചര്യത്തിലേക്ക് ഈ മറ്റ് സ്ഥലങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കുന്ന സ്വഭാവത്തോടു കൂടി ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കാൻ എത്തുന്ന അയ്യപ്പന്മാരുടെ ആ മനോനില തെറ്റാണ്. ശബരിമലയിൽ വരുന്ന അയ്യപ്പന്മാർക്ക് കുറച്ചുകൂടി അയ്യപ്പന്മാരോട് പെരുമാറാനുള്ള ട്രെയിനിങ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാറ്റി പകരം പരിണതപ്രജ്ഞരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി നിയമിക്കണമെന്നാണ് ഈ കാര്യത്തിൽ നമുക്ക് പറയാം. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, ഈ വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ജനം TV റിപ്പോർട്ടർ മിഥുൻ തന്നെയാണ്. ഈ വാർത്ത ആദ്യം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇത് പൊതുജനം കാണേണ്ട കാഴ്ച തന്നെയാണ്. മിഥുൻ, ആദ്യം തന്നെ ഒരു അഭിനന്ദനം അറിയിക്കട്ടെ മിഥുന് വേണ്ടി. എന്തായാലും മിഥുൻ, അവിടെ ലാത്തി ഇല്ലെന്നേ ഉള്ളൂ. എന്തൊരു കാടത്തമാണ്, എന്തൊരു മൃഗീയമായാണ് അവിടുത്തെ ഭക്തരെ പോലീസ് ട്രീറ്റ് ചെയ്യുന്നത്. ഒപ്പം അവിടെ വരുന്നത് സമരം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമല്ല. അയ്യനെ ഒരു നോക്ക് കാണാനെത്തുന്ന ഭക്തരെയാണ് ഇത്ര വലിയ രീതിയിൽ ഈ പോലീസ് കൈകാര്യം ചെയ്യുന്നത്. ഒരുപക്ഷെ ഇവിടുത്തെ ക്രിമിനലുകളെ ഇങ്ങനത്തെ രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കേരളം രക്ഷപ്പെട്ടനെ. ഈ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ കാണിക്കുന്നത് ശരിക്കും പോലീസ് സേനയ്ക്ക് അപമാനം തന്നെയാണ്. ഭക്തർ എങ്ങനെയാണ് മിഥുൻ ഇതിനോട് പ്രതികരിക്കുന്നത്? അശ്വതി, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പോലീസിനെതിരെ പരാതിയുണ്ട്. വ്യാപകമായ പരാതിയാണ്. പോലീസ് മാന്യമായി അല്ല പെരുമാറുന്നത്. 18-ാം പടി കയറ്റിവിടുമ്പോൾ ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കുന്നു, പല ഇടങ്ങളിലും മോശമായി പെരുമാറുന്നു. നടപ്പന്തലിലും ഫ്ലൈ ഓവറിലുമൊക്കെ ആയാലും പോലീസിനോട് ഏതെങ്കിലും രീതിയിൽ ഇടപെടേണ്ട സാഹചര്യം വന്നാൽ വളരെ പരുഷമായി മോശമായി പെരുമാറുന്നു. പ്രത്യേകിച്ച് ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് പലയിടങ്ങളിലും ഉണ്ടാകുന്നു. അത് തള്ളി മാറ്റുമ്പോഴടക്കം നടപ്പന്തലിലും 18-ാം പടിയിലും ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുമ്പോഴും സോപാനത്തിനരികിൽ വരെ പോലീസ് തള്ളി മാറ്റുമ്പോൾ
ദേഹോപദ്രവം സംഭവിക്കുന്നു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പോലീസിന്റെ 4ാമത്തെ ബാച്ചിനെതിരെ വ്യാപകമായിട്ടുള്ള പരാതി ഉയർന്നത്. ഈ പരാതി വാർത്തയായി ഭക്തജനങ്ങളുടെ പ്രതികരണവും ദൃശ്യങ്ങളുമടക്കം പോലീസ് ഭക്തരെ വലിച്ചിഴയ്ക്കുന്ന ദൃശ്യങ്ങളുമടക്കമാണ് 3 ദിവസം മുൻപ് ജനം TV നൽകിയത്. പക്ഷേ ഈ കാര്യത്തിലൊന്നും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അധികൃതർ ഈ കാര്യത്തിൽ യാതൊരു ഇടപെടലും നടത്തുന്നില്ല. ഈ പരാതികളെല്ലാം അതേ രീതിയിൽ തന്നെ നിലനിൽക്കുന്നു. ഭക്തജനരോക്ഷം ശക്തമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഈ വാക്കുകളിൽ നിന്നെല്ലാം നമ്മൾ കേട്ടത്. ഭക്തർ, അയൽ സംസ്ഥാന ഭക്തരെല്ലാം രോക്ഷാകുലരായിട്ട് ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ട്. 18ാം പടി കയറുമ്പോൾ ഭക്തർക്ക് ദേഹോപദ്രവം ഏൽക്കുന്നതാണ് പ്രധാനമായും ഭക്തർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രശ്നം. സന്നിധാനത്തേക്ക് അയ്യപ്പസ്വാമിയെ കാണുന്നതിന് വേണ്ടി വരുന്നത് പോലീസിന്റെ ദേഹോപദ്രവം ഏൽക്കുന്നതിന് വേണ്ടിയാണോ എന്നുള്ളതാണ് ഭക്തജനങ്ങൾ എല്ലാം ഒന്നടങ്കം പോലീസിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് ചോദിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ആ 18ാം പടി കയറി വരുന്ന ഭാഗത്ത് വീണ് പരിക്കേറ്റ് മാളികപ്പുറങ്ങളും കുഞ്ഞുങ്ങളും അടക്കം അവിടെ ഉണ്ട്. അവിടെ ഇരിക്കുന്ന അയൽ സംസ്ഥാന ഭക്തയും ഒരു ഭക്ത അത് 18ാം പടി കയറി വരുമ്പോൾ വീണ് പരിക്കേറ്റ ഒരു മാളികപ്പുറമാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള കുഞ്ഞുങ്ങളും മാളികപ്പുറങ്ങളും 18ാം പടി കയറി വരുമ്പോൾ വീഴുന്നത് ഈ ഒരാഴ്ചക്കിടയിൽ നിത്യസംഭവമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ഈ കാര്യത്തിലാണ് വ്യാപകമായിട്ടുള്ള ഒരു പരാതി ഉയർന്നു വന്നുകൊണ്ടും ഇരുന്നത്. വാട്ട് ഹാപ്പൻ? सो लाइन में गिरा है, फर्स्ट एड किया है अभी. 18 बड़ी में हेल्प किया है पुलिस से. नो इन द लाइन 18 बड़ी ഇങ്ങനെ വീണ് പരിക്കേൽക്കുന്ന സംഭവങ്ങൾ നിത്യസംഭവമായി മാറുന്നു. ഇപ്പം നടപ്പന്തലിലും 18ാം പടി കയറി വരുമ്പോഴെല്ലാം മാളികപ്പുറങ്ങളും കുഞ്ഞുങ്ങളും അടക്കം വീഴുന്നു എന്നുള്ള പരാതി വ്യാപകമായി ഉയർന്നു. പോലീസ് മാളികപ്പുറങ്ങളെയും കുഞ്ഞു അയ്യപ്പന്മാരെയും കുഞ്ഞു മാളികപ്പുറങ്ങളെയും എല്ലാം 18ാം പടി കയറ്റിവിടുന്നത് ശരിയായ വിധമല്ല എന്നുള്ളത് വ്യാപകമായിട്ടുള്ള പരാതിയായി ഉയർന്നു വന്നതാണ്. പലയിടങ്ങളിലും പോലീസിന്റെ ഇടപെടൽ ആവശ്യമായി വരുമ്പോൾ പോലീസിനോട് സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അസഭ്യ പദപ്രയോഗങ്ങൾ നടക്കുന്നു. പലപ്പോഴും പോലീസും ഈ ഭക്തരും തമ്മിലുള്ള വാക്ക് തർക്കങ്ങൾ പതിവാകുന്നു. അത് നടപ്പന്തലിലായാലും ഫ്ലൈ ഓവറിലായാലും മറ്റിടങ്ങളിലൊക്കെ ആയാലും പോലീസും ഭക്തജനങ്ങളും തമ്മിലുള്ള വാക്കുതർക്കം, പ്രത്യേകിച്ച് പോലീസ് അവരോട് വളരെ പരുഷമായി സംസാരിക്കാറുണ്ട്. ഈ സമയങ്ങളിലൊക്കെ അസഭ്യ പദപ്രയോഗങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്നും വ്യാപകമായിട്ടുള്ള പരാതി ഉയർന്നു വന്നത്. ശരിയായ വിധമല്ല പോലീസ് ഭക്തരെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. ക്രിമിനൽസിനോടെന്ന പോലെ ഭക്തരെ കൈകാര്യം ചെയ്യുന്നു. പോലീസ് മറ്റിടങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കുന്നത് എങ്ങനെയാണോ, ഒരു മാർച്ചിന്, രാഷ്ട്രീയ പാർട്ടികളുടെ മാർച്ചിനും മറ്റും പോലീസ് ഈ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി എത്തരത്തിലുള്ള ബലപ്രയോഗമാണോ നടത്തുന്നത്, സമാനമായ ബലപ്രയോഗം ഇവിടെ സന്നിധാനത്ത് അയ്യപ്പസ്വാമിയെ കാണുന്നതിന് വേണ്ടി, ദർശനത്തിന് വേണ്ടി എത്തുന്ന ഭക്തരോടും കാണിക്കുന്നു. ഈ രീതിയിലുള്ള സമീപനമല്ല ഉണ്ടാകേണ്ടത്. നേരത്തെ നിരവധിയായിട്ടുള്ള പരാതികൾ പലതവണ ഉയർന്നു വന്നിട്ടും പോലീസിന് ശബരിമലയിൽ ഏത് രീതിയിലാണ് പെരുമാറേണ്ടത്, ഏത് വിധേനയാണ് ഭക്തരോട് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടും അതൊന്നും നടപ്പിൽ വരുത്തുന്നില്ല. മറ്റിടങ്ങളിൽ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്ന ആ ഒരു നടപടി തന്നെ, ബലപ്രയോഗം തന്നെ പലപ്പോഴും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ സമീപ ദിവസങ്ങളിൽ നിന്നെല്ലാം. ബലപ്രയോഗത്തിലൂടെ പോലീസിന്റെ കാടത്തം ഭക്തർക്ക് മേൽ ഇങ്ങനെ അഴിച്ചുവിടുകയാണ്. ആഭ്യന്തര വകുപ്പ് ഇതൊന്നും കാണുന്നില്ലേ? ദേവസ്വം ബോർഡ് ഇതൊന്നും കാണുന്നില്ലേ? ഇതൊന്നും കാണാൻ ഇവിടെ ആരുമില്ലേ എന്നതാണ് സുപ്രധാന ചോദ്യം. അവരൊക്കെ മറ്റു ചില കാര്യങ്ങളിൽ ഇങ്ങനെ തിരക്കിലാണ്. എന്തായാലും ഭക്തർക്ക് മേൽ അഴിച്ചുവിടുന്ന ഇത്തരം നടപടികൾ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അവിടെ എത്തുന്ന അയ്യനെ ഒരു നോക്ക് കാണാൻ എത്തുന്ന ഭക്തരാണ്, ക്രിമിനലുകളല്ല. പക്ഷേ ക്രിമിനലുകൾ എന്ന തരത്തിലാണ് പോലീസ് അവരെ ദേഹോപദ്രവം ഏൽക്കുകയും അത്തരത്തിലുള്ള വലിയ രീതിയിൽ അവരെ വലിച്ചു താഴെയിടുന്ന ഒരു കാഴ്ചയൊക്കെയാണ് ശബരിമലയിൽ നിന്നും കാണുന്നത്.